കേരളത്തിലെ ഏറ്റവും ടവറിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്, ഒരു സംശയമില്ലാത്തത്. അദ്ദേഹത്തിനോടുള്ള കടുത്ത എതിർപ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കമ്മ്യൂണിസം എന്ന ആ ആശയത്തോടുമുള്ള എൻ്റെ എല്ലാ വിരോധവും നിർത്തി തന്നെ ഞാൻ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ആ ഒരു പൊളിറ്റിക്കൽ ആ ഒരു ഹൈറ്റില് പിണറായി വിജയനോടൊപ്പം എത്താൻ കഴിയുന്ന വേറൊരു ലീഡർ ഇന്ന് കേരളത്തിലില്ല. കരുത്തിന്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുക. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങളെ ആര് നയിക്കണം എന്ന് ചോദിച്ചാൽ കരുത്തുള്ളവൻ നയിക്കണം എന്ന ഒരു അഭിപ്രായം പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന സംഭവം, ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ സർക്കാർ 100% ജനവിരുദ്ധമാണ്. അവർ അഴിമതി നിറഞ്ഞതാണ്, സ്വർണ്ണക്കൊള്ളക്കാരാണ്. അങ്ങനെ ഒരുപാടുണ്ട് ആരോപണങ്ങൾ. നമ്മൾ ഒരിടത്തൊന്നും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും അവസാനിക്കൊന്നുമില്ല. ഇത്രയധികം അവസരങ്ങൾ, ഇത്രയധികം കാര്യങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം, ഔദ്യോഗിക പ്രതിപക്ഷമായ കോൺഗ്രസ്, UDF പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്ന ഒരു സംഭവം വ്യക്തമായി ശരിയായ രീതിയിൽ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇനി മറ്റൊരു ഫാക്ടർ ഇവിടെ, ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നടന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ലഹരിയിലാണ് ഇപ്പൊ കോൺഗ്രസ്. ഇപ്പൊ താങ്കളുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, സീനിയർ നേതാക്കന്മാരെല്ലാം മത്സരിക്കാനായിട്ട് വരികയാണ്. ആർക്കും കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ ഒന്നും പോകണ്ട. അവിടെ പോയിട്ട് ഇനി ഒരു കാര്യമില്ല, ഇനി അടുത്ത കാലത്തൊന്നും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇനി ഒരു ഭരണം കിട്ടാൻ സാധ്യതയുള്ളത്, ആ ഭരണത്തിന്റെ ആനുകൂല്യം, അതിന്റെ ഒരു സുഖശീതളമയിൽ കഴിയാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കേരളമാണ്. എല്ലാവരും കേരളത്തിലേക്ക് മത്സരിക്കാനായിട്ട് വരികയാണ്. അതായത് അവർ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടിലാണ് അവർ നിൽക്കുന്നത്. ഇത് അവർക്കുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ചില്ലറയൊന്നുമല്ല. ഇത് പല വട്ടം ചരിത്രം തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. അവർ വിജയം ഇനിയിപ്പോ ഓൺലി എ മാറ്റർ ഓഫ് ഫ്യൂ മന്ത്സ്, 2-3 months ടൈം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരു സംഭവം വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിശക്തമായ ഒരു സംഘടനാ സംവിധാനമുണ്ട്. അവർക്ക് ഒരു ഡാമേജ് കൺട്രോൾ എക്സസൈസ് ചെയ്യാനുള്ള സമയം അവരുടെ മുമ്പിലുണ്ട്. അവരത് ഏത് ലെവല് വരെ വേണമെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ CPM-ന് ഒരു മടിയുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം.